എല്ലാവർക്കും സുഖമാണെന്നും സേഫ് ആണെന്നും വിചാരിക്കുന്നു. നമ്മളിന്ന് എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ +1 പഠിച്ചതുപോലെ അത്ര ടഫ്, അതിനേക്കാളും ടഫാണ് +2 പോർഷൻസ്. മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന 2 പോർഷൻസാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ സെക്കൻഡ് ലെവലിൽ നമുക്ക് ചോദിക്കുന്നത്. ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പറയുന്ന ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ ചോദിക്കുമായിരുന്നു. കാരണം പ്രോബ്ലംസ് ഒക്കെ മീൻ, മോഡ്, മീഡിയം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് വരും. ലെസ്താനോ ജീവം, മോർദാനോ ജീവം. പക്ഷെ ഇതിൽ വളരെ അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. പിന്നെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുണ്ടാവുന്നത്. അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് പഠിക്കണം. ഞാൻ എടുക്കുന്ന പോർഷൻസ് എനിക്ക് അന്ന് തന്നെ പഠിച്ചിട്ട് പിറ്റേ ദിവസം ഞാനത് ടെസ്റ്റ് പേപ്പർ ഇടും. അപ്പോൾ എനിക്കത് ഗൂഗിൾ മീറ്റിലായിരിക്കും ടെസ്റ്റ് പേപ്പർ ഉണ്ടാവുന്നത്. അതുകൊണ്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യണം. വീഡിയോ കണ്ട് ശരിക്കും കണ്ട് പഠിക്കണം. എന്നാലേ പിന്നെ എന്തെങ്കിലും വീഡിയോ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്നോട് മെസ്സേജ് ചെയ്യുക. ഞാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്നാലേ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മൈക്രോ എക്കണോമിക്സിൽ നമുക്ക് ഇവിടെ എക്കണോമിക്സിൻ്റെ കുറച്ച് ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഡെഫിനിഷൻസ് ഒന്നും നിങ്ങൾ പഠിക്കണ്ട. നിങ്ങൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് എക്കണോമിസ്റ്റിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ആ എക്കണോമിസ്റ്റിൻ്റെ കണ്ടോ, ഈ എക്കണോമിസ്റ്റിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ആ എക്കണോമിസ്റ്റിൻ്റെ പേര്, അത് അവർ എഴുതിയ ബുക്ക് ഏതാണ്, ഏത് വർഷമാണ് എന്നുള്ളതാണ് പഠിക്കേണ്ടത്. ഞാനൊന്ന് വായിക്കാം. ആദം സ്മിത്ത് എഴുതിയ ബുക്ക് എന്ന് പറയുന്നത് ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. അദ്ദേഹം പബ്ലിഷ് ചെയ്ത ഇയർ എന്ന് പറയുന്നത് 1776 അദ്ദേഹം ആ ബുക്ക് പബ്ലിഷ് ചെയ്തത്. പിന്നെ ആൽഫ്രഡ് മാർഷൽ എഴുതിയ ബുക്ക് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് അദ്ദേഹം പബ്ലിഷ് ചെയ്ത ഇയർ എന്ന് പറയുന്നത് 1890s. പിന്നെ ലയോണൽ റോബിൻസ് ആൻഡ് എസ്സേ ഓൺ ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ് അദ്ദേഹം പബ്ലിഷ് ചെയ്ത ഇയർ എന്ന് പറയുന്നത് 1932 അദ്ദേഹം പബ്ലിഷ് ചെയ്തത്. പിന്നെ പോൾ എ സാമുവൽസൺ അദ്ദേഹം എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ബുക്സ് ചെയ്തിട്ടുണ്ട്. 1964 എഴുതിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി. നമ്മളുടെ എക്കണോമിയുടെ സെൻട്രൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പഠിക്കാനുള്ളത്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് 4 ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ആണ് ഉള്ളത്. നമുക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥ മൊത്തത്തിൽ എന്ത് ചെയ്തേക്കാം, തകിടം മറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 4 ഇമ്പോർട്ടൻറ്റ് മെയിൻ പ്രോബ്ലംസ് ആണ് ഉള്ളത്. ഇപ്പോഴല്ല, ഇതിന് മുമ്പും ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ ലോക്ക്ഡൗൺ ഒക്കെ ആയപ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥ ആകെ എന്ത് ചെയ്തു, മൊത്തത്തിൽ എന്തായി, തകിടം മറിഞ്ഞു. അപ്പോൾ 4 ഇമ്പോർട്ടൻറ്റ് മെയിൻ റീസൺസ് ആണ്. ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് മാർക്ക് ചെയ്യുക. ദ 4 മെയിൻ റീസൺസ് ഫോർ ദ എക്കണോമിക് പ്രോബ്ലംസ് ഇൻ എക്കണോമി. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ ഉണ്ട്. ഇത് എൻ്റെ ഇരിക്കുന്ന പഴയ ടെക്സ്റ്റ് ബുക്കാണ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇത് 4 മെയിൻ റീസൺസ് ആണ് നമ്മുടെ എക്കണോമിക് പ്രോബ്ലംസ് ഉള്ളത്. എന്തൊക്കെയാണ് നമ്മുടെ എക്കണോമിക് സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന 4 പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ്, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. നമ്മളുടെ എന്താ പറഞ്ഞേക്കുന്നത്, മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്താ പറഞ്ഞേക്കുന്നത്, അൺലിമിറ്റഡ് ആണ് അല്ലേ. അൺലിമിറ്റഡ് എന്ന് വെച്ചാൽ എന്താ, ഒരിക്കലും തീരില്ല. ആവശ്യങ്ങൾ ഒരിക്കലും എന്തില്ല, തീരില്ല. മനുഷ്യന് പല ആവശ്യങ്ങളാണ്. ആ ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് എന്തില്ല, വിഭവങ്ങളും കിട്ടാനില്ല, റിസോഴ്സസും ലഭ്യമാകുന്നില്ല. ഫസ്റ്റ് റീസൺ എന്താ, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് റിസോഴ്സസ് ആർ ലിമിറ്റഡ്. നമ്മളുടെ വിഭവങ്ങൾ എന്താണ്, ലിമിറ്റഡ് ആണ് അല്ലേ. ലാൻഡ്, നമുക്ക് 2 ടൈപ്സ് ഓഫ് റിസോഴ്സസ് ആണുള്ളത്. ഫിനാൻഷ്യൽ റിസോഴ്സസും ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സസും ഉണ്ട് അല്ലേ. ഫിനാൻഷ്യൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ ആകാം, നമ്മുടെ ലേബർ ആകാം, അതൊക്കെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ റിസോഴ്സസ് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് ലാൻഡാണ് അല്ലേ. ലാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭൂമിയിൽ നിന്നും പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട് നമ്മുടെ ലാൻഡിൽ നിന്ന് അല്ലേ. നമുക്ക് കൃഷി ചെയ്യാൻ, അതാണ് റിസോഴ്സസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇപ്പോൾ ഇന്ധനം കിട്ടുന്നത്, ഫ്യൂവൽ കിട്ടുന്നത് അല്ലേ. അങ്ങനെ കൽക്കരി, കോൾ ഒരു റിസോഴ്സാണ്. അതാണ് എന്താ പറഞ്ഞേക്കുന്നത്, സെക്കൻഡ് റീസൺ എന്താ, റിസോഴ്സസ് ആർ ലിമിറ്റഡ്. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മളുടെ റിസോഴ്സസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റണില്ല. അതിന് മാത്രം റിസോഴ്സസ് എന്തില്ല, നമുക്ക് ലഭ്യമാകുന്നില്ല. സെക്കൻഡ് റീസൺ എന്താ, റിസോഴ്സസ് ആർ ലിമിറ്റഡ്. തേർഡ് റീസൺ എന്താണ്, റിസോഴ്സസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. അതായത് ഒരു വിഭവത്തിന് ഒന്നിലധികം ആവശ്യങ്ങളാണ്. റിസോഴ്സസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. എന്താ പറഞ്ഞേക്കുന്നത്, വിഭവങ്ങൾക്ക് എന്താണ്, ഒന്നിലധികം ഉപയോഗങ്ങളുണ്ട് അല്ലേ. അതും ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്. റിസോഴ്സസ് ഹാവ് ഡിഫറെൻറ്റ് പ്രിയോറിറ്റീസ്. എന്താ പറഞ്ഞേക്കുന്നത്, എല്ലാ വിഭവങ്ങൾക്കും തുല്യ പ്രാധാന്യമാണോ ഉള്ളത്, ആണോ, അല്ല.
എല്ലാ വിഭവങ്ങൾക്കും തുല്യ പ്രാധാന്യമല്ല ഉള്ളത്. എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമുക്ക് വാട്ടർ, നമ്മുടെ അല്ലെ വാട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം. പിന്നെന്താ, വാട്ടർ യൂസ് ചെയ്തിട്ട് പിന്നെന്ത് ചെയ്യാം, നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അല്ലെ. അപ്പോൾ അതാണ് സെക്കൻഡ് കേസിൽ എന്താ, റിസോഴ്സസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. വിഭവങ്ങൾക്ക് ഒന്നിലധികം എന്തുണ്ട്, ഉപയോഗങ്ങളുണ്ട്. ഫോർത്ത് റീസൺ എന്താ പറഞ്ഞാൽ, റിസോഴ്സസ് ഹാവ് ഡിഫറെന്റ് പ്രിയോറിറ്റി. എല്ലാ റിസോഴ്സസിനും ഡിഫറെന്റ് അല്ലെ. പ്രിയോറിറ്റി എന്ന് പറയുമ്പോൾ എന്താ, എല്ലാ ആവശ്യങ്ങൾക്കും തുല്യ പ്രാധാന്യമാണോ ഉള്ളത്, അല്ല. ഓരോ റിസോഴ്സസിനും ഇപ്പം ഗോൾഡിനുള്ള ഇമ്പോർട്ടൻറ്റ് അല്ല എന്തിനുള്ളത്, ലാൻഡിനുള്ള ഇമ്പോർട്ടൻറ്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. റിസോഴ്സസ് ഹാവ് ഡിഫറെന്റ് പ്രിയോറിറ്റി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ, ഒരു ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ആർ ദ മെയിൻ റീസൺസ് ഫോർ ദ എക്കണോമിക് പ്രോബ്ലംസ് ഇൻ ആൻ എക്കണോമി. ഏതൊക്കെ റീസൺസ് ആണ് ഉള്ളത്, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, റിസോഴ്സസ് ആർ ലിമിറ്റഡ്, റിസോഴ്സസ് ഹാവ് എന്താ ഓൾട്ടർനേറ്റീവ് യൂസസ്, റിസോഴ്സസ് ഹാവ് ഡിഫറെന്റ് പ്രിയോറിറ്റീസ്. പിന്നെ ഇതിൽ പറയുന്നത് സെൻട്രൽ പ്രോബ്ലംസ് അല്ലെ, നമ്മുടെ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി. നമ്മളുടെ എക്കണോമിയുടെ സെൻട്രൽ പ്രോബ്ലംസ് എന്തൊക്കെ ആണ് എന്നാണ് പറയുന്നത്. എന്തൊക്കെയായിരിക്കും നമ്മുടെ ഒരു സമ്പദ് വ്യവസ്ഥയിലെ പ്രോബ്ലംസ് എന്ന് പറയുന്നത്, സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി. 3 ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ആണ് നമ്മളുടെ സമ്പദ് വ്യവസ്ഥ എന്ത് ചെയ്യുന്നത്, അഭിമുഖീകരിക്കുന്നത്. എന്തൊക്കെയാണ്, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. വാട്ട് ടു പ്രൊഡ്യൂസ് and in what quantities. Next problem എന്താ, how to produce. Next problem, for whom to produce. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ കാതലായ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയാം അല്ലെ. എന്തൊക്കെയാ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി, എന്തൊക്കെയാണ്, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ് അല്ലെ. വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോൾ എന്താ, എന്ത് ഉൽപ്പാദിപ്പിക്കണം, അത് ഏത് അളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്. പിന്നെന്താ പറയുന്നത്, ഹൗ ടു പ്രൊഡ്യൂസ്. ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് വെച്ചാൽ അതെങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ഫോർ whom to produce, അത് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇങ്ങനെ 3 പ്രോബ്ലംസ് ആണ് നമ്മളുടെ എക്കണോമി ഫേസ് ചെയ്യുന്ന സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി. ഇങ്ങനെ 3 പ്രോബ്ലംസ് ആണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കേണ്ടത്. എന്തൊക്കെയാണ്, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ whom to produce, how to produce and in what quantities എന്ന് വെച്ചാൽ എന്താ, അത് എങ്ങനെ എന്താ പറഞ്ഞിരിക്കുന്നത്, എന്ത് ഉൽപ്പാദിപ്പിക്കണം, പിന്നെന്താ ഏത് അളവിൽ ഉൽപ്പാദിപ്പിക്കണം, പിന്നെ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, പിന്നെ അത് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇങ്ങനെ 3 സെൻട്രൽ പ്രോബ്ലംസ് ആണ് നമ്മളുടെ എക്കണോമി ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ജസ്റ്റ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ എന്താ ഫസ്റ്റ് പറഞ്ഞേക്കുന്നത്, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. എന്താ പറഞ്ഞേക്കുന്നത്, എവരി സൊസൈറ്റി വാണ്ട്സ് തൗസൻഡ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ. നമ്മുടെ സൊസൈറ്റിക്ക്, നമ്മുടെ സമൂഹത്തിന് എന്താ പറഞ്ഞേക്കുന്നത്, ആയിരക്കണക്കിന് ആവശ്യങ്ങളാണ് അല്ലെ. ഓരോ സമൂഹത്തിനും എന്താ ഉള്ളത്, ആയിരക്കണക്കിന് സാധനങ്ങളും സേവനങ്ങളുമാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് അതെല്ലാം എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കമ്പനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാകണമെങ്കിൽ ആ കമ്പനി ആദ്യം നിശ്ചയിക്കേണ്ടത് എന്തായിരിക്കും, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. നമ്മളിപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മളിപ്പോൾ സോപ്പാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചോ. ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന സോപ്പാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് മന്തിൽ തന്നെ നമ്മളൊരു 1000 സോപ്പ് പ്രൊഡ്യൂസ് ചെയ്തു. ഈ 1000 സോപ്പ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പക്ഷെ നമ്മുടെ സാധനങ്ങൾ എന്ത് ചെയ്യുന്നില്ല, വിറ്റഴിച്ച് പോകുന്നില്ലെങ്കിൽ അത് എന്തായിപ്പോ, കമ്പനി എന്തായിപ്പോ, നഷ്ടത്തിലാകും അല്ലെ. അപ്പൊ നമുക്കൊരു കറക്റ്റ് പ്ലാനിങ് വേണം. അതാണ് ഫസ്റ്റ് നമ്മുടെ എക്കണോമി ഫേസ് ചെയ്യുന്ന പ്രോബ്ലം. എന്താ, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ എന്താ വാട്ട് ക്വാണ്ടിറ്റീസ്. അതിൽ എന്തൊക്കെ പറഞ്ഞേക്കുന്നത്, എവരി സൊസൈറ്റി വാണ്ട്സ് തൗസൻഡ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്താ പറഞ്ഞേക്കുന്നത്, ഓരോ സമൂഹത്തിനും എന്താ പറഞ്ഞേക്കുന്നത്, ആയിരക്കണക്കിന് സാധനങ്ങളും സേവനങ്ങളും ആവശ്യമാണ്. Since resources are scarce, all these goods and services cannot be എന്താ produced അല്ലെ. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എല്ലാ സാധനങ്ങളും സേവനങ്ങളും എന്ത് ചെയ്യാൻ പറ്റില്ല, ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയില്ല. കഴിയോ?
ഈ ആയിരക്കണക്കിന് സാധനങ്ങൾ നമുക്ക് ഒരേ സമയം തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ ഒരു കമ്പനിക്ക്? അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് ഫുള്ള് അത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ? ഇല്ല. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? therefore it has to decide. അതുകൊണ്ട് നമ്മൾ എന്ത് ഡിസൈഡ് ചെയ്യണം? what type of food should be produced, whether to produce more food or national security or to have more of എന്താ luxury goods. അതുകൊണ്ട് എന്ത് നമ്മൾ തീരുമാനിക്കണം? എങ്ങനെയുള്ള തരത്തിലുള്ള ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കണം. എങ്ങനെയുള്ള ഗുഡ്സ് ആണെന്ന് അവർ പറയുന്നത്? എങ്ങനെയുള്ള ഗുഡ്സ് ആയിരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്? എന്തൊക്കെ പ്രിയോറിറ്റി കൊടുക്കാം? പ്രൊഡ്യൂസ് മോർ ഫുഡ്, നമുക്ക് ഭക്ഷ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണോ? അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി, എന്താ പറഞ്ഞേക്കുന്നത്? ദേശരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണമോ? അല്ലെങ്കിൽ പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ? or to have more of luxury goods. എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ ആഡംബര വസ്തുക്കൾക്ക് വേണ്ടിയാണോ അത് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഡിസൈഡ് ചെയ്യണം. അപ്പോൾ ഈ എക്സ്പ്ലനേഷനോട് നിങ്ങൾ പഠിക്കണം. ചിലപ്പോൾ 4 മാർക്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയില്ലെങ്കിൽ മാർക്സ് കിട്ടില്ല. ഓക്കെ. പിന്നെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഇറ്റ് ഡിസൈഡ് ടു പ്രൊഡ്യൂസ് റൈസ്, ദെൻ ഹൗ മച്ച് കിലോഗ്രാം ഓഫ് റൈസ് യൂസ് ടു ബി പ്രൊഡ്യൂസ്ഡ് എന്നാണ് എന്താ എക്കണോമി. അപ്പോൾ പറഞ്ഞേക്കുന്നത് എന്താ പറഞ്ഞേക്കുന്നത്? നമ്മളിപ്പോൾ അരിയാണ് ഉൽപ്പാദിപ്പിക്കാൻ, റൈസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നതെങ്കിൽ അത് എത്ര കിലോഗ്രാം അല്ലെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യണം? എന്തോരം കിലോഗ്രാം നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് എന്ത് ചെയ്യണം? തീരുമാനിക്കണം. വേണ്ടേ? അങ്ങനെ തീരുമാനിക്കണം. ഇപ്പോൾ നമ്മൾ കൊറോണ ആയിരുന്നു അല്ലെ? കൊറോണ കാലത്തിൽ എന്ത് ചെയ്തു? നമുക്ക് റേഷൻ സ്റ്റോർ വഴി കുറേ എന്ത് ചെയ്തിട്ടുണ്ട്? അരിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഗവൺമെന്റ് സപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റിന് എന്തുണ്ടായില്ല? ഒരു ഡിസിഷൻ ഉണ്ടായില്ല എന്തോരം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തോരം എന്ത് കൊടുക്കണമെന്ന്, റൈസ് എന്ത് ചെയ്ത് കൊടുക്കണമെന്ന്. അതുകൊണ്ടാണ് ആദ്യത്തെ ഘട്ടത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് റൈസ് ഒന്നും എന്ത് ചെയ്തില്ല, ആദ്യം തികഞ്ഞില്ല. പിന്നെ വീണ്ടും എന്ത് ചെയ്തു? അവർ കയറ്റുമതി ചെയ്യേണ്ടി വന്നു. അതാണ് ഫസ്റ്റ് കേസിൽ പറഞ്ഞിരിക്കുന്നത്. വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. നെക്സ്റ്റ് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിലപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാ സൊസൈറ്റിക്കും എവരി സൊസൈറ്റി വാണ്ട്സ് എന്താ 1000 of goods and services. Since resources are scarce, all these goods and services cannot be എന്താ produced. ഓരോ സമൂഹത്തിനും ആയിരക്കണക്കിന് സാധനങ്ങളും സേവനങ്ങളുമാണ് ആവശ്യം. പക്ഷെ ആ ആയിരക്കണക്കിന് സാധനങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉപയോഗിക്കാൻ പറ്റില്ല. ആ റിസോഴ്സത്തിന് എന്താ ഒന്നിലധികം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ഡിസൈഡ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്? വാട്ട് ടൈപ്സ് ഓഫ് ഗുഡ്സ് ഷുഡ് ബി പ്രൊഡ്യൂസ്, where to produce more food or national security or to have more of എന്താ luxury goods. എന്താ അതിനു വേണ്ടി നമ്മൾ ആദ്യം എന്താ തീരുമാനിക്കുന്നത്? ആഡംബര വസ്തുക്കൾക്ക് വേണ്ടി ഉപയോഗിക്കണമോ? ദേശരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണമോ? ഫുഡ് ഫെസിലിറ്റിക്ക്, അതായത് നമ്മുടെ ഭക്ഷ്യ ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പ്രൊഡക്ട്സ് എന്ത് ചെയ്യണം? ഉപയോഗിക്കണമോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഡിസൈഡ് ചെയ്യണം. അത് മാത്രമല്ല അത് എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് എന്ത് ചെയ്യണം? ഡിസൈഡ് ചെയ്യണം. സെക്കൻഡ് പ്രോബ്ലം പറയുന്ന ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം അല്ലേ? അപ്പൊ എന്തുമാത്രം ഉൽപ്പാദിപ്പിക്കണം, അവ എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണം എന്ന് മാത്രം നമ്മൾ ഡിസൈഡ് ചെയ്താൽ പോരാ, എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഡിസൈഡ് ചെയ്യണം. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? After the decision of what